ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിൻ പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി, ലോകത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 32-ാം സങ്കീർത്തനം 2-ാം വാക്യം. യഹോവേ, അകത്തും കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വാക്യം പാപമോചനം ലഭിച്ചവരുടെയും ദൈവവുമായുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്നവരുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ദൈവവുമായുള്ള ആത്മാർത്ഥതയും സത്യസന്ധവുമായ ബന്ധവും വഞ്ചനയുടെ അഭാവത്താൽ സവിശേഷതയുള്ളതാണ്. വഞ്ചനയില്ലാത്ത ആത്മാവുള്ള ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൃപയിലും ക്ഷമയിലും ആശ്രയിച്ചുകൊണ്ട് യഥാർത്ഥമായും പരസ്യമായും ജീവിക്കുന്നു. അടിസ്ഥാനപരമായി ഈ വാക്യത്തിൽ കൃപയുടെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ വ്യക്തികളുടെ ഹൃദയം ആത്മാർത്ഥതയിൽ വിശ്വാസം കൊണ്ട് നിറയപ്പെടുന്നു. പ്രിയ സ്നേഹിതരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അകത്യമില്ലാതെയും കപടതയില്ലാതെയും ജീവിക്കുന്നത് തന്നെ ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ദിനംപ്രതി വളരുവാൻ ഈ നാളുകളിൽ നമുക്ക് പ്രയത്നിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ നിർമ്മലതയോടെ സൂക്ഷിക്കുവാനുള്ള കൃപ ഈ നാളുകൾ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.